ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th CBSE മാത്സിൻ്റെ സെക്കൻഡ് ചാപ്റ്ററായ പോളിനോമിയലിലെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഎഫിഷ്യൻസ് ഓഫ് എ പോളിനോമിയൽ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സീറോസ് ഓഫ് എ ലീനിയർ പോളിനോമിയൽ കണ്ടുപിടിച്ചായിരുന്നു അല്ലേ? എങ്ങനെയായിരുന്നു? -b/a, ദാറ്റ് ഈസ് എന്താ? മൈനസ് ഓഫ് കോൺസ്റ്റന്റ് ടേം ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ? ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഏതിൻ്റെയാണെന്ന് അറിയാമോ? ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെയാണ്. ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഎഫിഷ്യൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പോളിനോമിയൽ എഴുതുന്നു. ക്വസ്റ്റ്യൻ നോക്കിയേ. പോളിനോമിയലിൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 2x² - 8x + 6. ഇതിൻ്റെ സീറോസ് കണ്ടുപിടിക്കണം അല്ലേ? സീറോസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ എക്സ് കണ്ടുപിടിക്കണം അല്ലേ? എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇതിനെ എങ്ങനെ ചെയ്യും? സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. അതിന് വേണ്ടിയിട്ട് 9th സ്റ്റാൻഡേർഡിൽ നമ്മൾ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം മെത്തേഡ് പഠിച്ചത് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഒന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ച് നമുക്ക് എന്താണ്? ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം അല്ലേ? ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടുത്തെ മിഡിൽ ടേം ഏതാ? -8x അല്ലേ? ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ടേന്ന് നോക്കി. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ലാസ്റ്റ് കിടക്കുന്ന കോൺസ്റ്റന്റ് ടേമും ഈ കോഎഫിഷ്യന്റ് x² കോഎഫിഷ്യന്റും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം എന്താ കിട്ടുന്നത്? 6 × 2, ദാറ്റ് ഈസ് 12. ഓക്കെ, എന്താണ് ചെയ്യുന്നത്? കോൺസ്റ്റന്റ് ടേമും കോഎഫിഷ്യന്റ് ഓഫ് x² കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം നമുക്ക് കിട്ടുന്നത് 12 ആണ് അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഏതോ രണ്ട് നമ്പറിൻ്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 12 കിട്ടണം. ഓക്കെ, ക്ലിയർ? ഏതോ രണ്ട് നമ്പറിൻ്റെ പ്രോഡക്റ്റ് എടുക്കുമ്പം 12 കിട്ടണം. ഇനി എന്ത് ചെയ്യണം? ഏതോ രണ്ട് നമ്പർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടണ്ടേ? -8. ദേ ഈ കിടക്കുന്നത്. അപ്പോൾ ഒന്നുമില്ല, നിങ്ങൾ നമുക്ക് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ കിട്ടുമ്പം ലാസ്റ്റ് കിടക്കുന്ന ആദ്യത്തേൻ്റെ കൂടെ പ്രോഡക്റ്റ് നോക്കുക, അത് അതുപോലെ എഴുതുക. നടുക്കുള്ളതിൻ്റെ എന്ത് ചെയ്യണം? സം എടുക്കുമ്പം -8 കിട്ടണം. ഇത്രയും നോക്കിയാൽ മതി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഈ പ്രോഡക്റ്റ്, ഇപ്പം 12 പ്രോഡക്റ്റ് വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാ? 1 × 12 ഉണ്ട്, പിന്നെന്ത് വരും? 2 × 6 ഉണ്ട്, പിന്നെന്ത് വരും? 3 × 4 ഉണ്ട് അല്ലേ? ഇത്രയും നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എടുത്താൽ നമുക്ക് 12 കിട്ടും. പക്ഷെ അത് മാത്രം മതിയോ? ഈ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? -8 കിട്ടണം അല്ലേ? അപ്പം അതും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ നമ്പേഴ്സ് സെലക്ട് ചെയ്യാൻ. അപ്പം 12ഉം 1ഉം കൂടി ആഡ് ചെയ്താൽ 13 ആയി പോവും, കുറച്ചാൽ നമുക്ക് 11 ആയി പോവും. അപ്പം അത് പറ്റത്തില്ല. ഇനി 2ഉം 6ഉം കൂടി ആകുമ്പം കൂട്ടുമ്പോൾ നമുക്ക് 8 കിട്ടും അല്ലേ? ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 8 കിട്ടും. അപ്പം അതൊരു ചാൻസ് ഉണ്ട്, അതവിടെ ഇരിക്കട്ടെ. ഇനി 3ഉം 4ഉം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്താ? 7 കിട്ടും, കുറച്ചാൽ 1 കിട്ടും. അപ്പം ഇതും പറ്റത്തില്ല. അപ്പം നമുക്ക് പറ്റുന്നത് ഏതാ? 2ഉം 6ഉം അല്ലേ? അപ്പം ദേ അതുപോലെ എഴുതുന്നു. 2 × 6, 12 കിട്ടിയല്ലോ. ഇനി നമുക്ക് ഇവിടുത്തെ സൈൻ നോക്കണം. മൈനസ് ആണ് കിട്ടേണ്ടത് അല്ലേ? അപ്പം 6ഉം 2ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ എന്താ കിട്ടുന്നത്? 8 കിട്ടും അല്ലേ? പക്ഷെ നമുക്കിവിടെ ഒരു മൈനസും കൂടി വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മൾ എടുക്കുന്ന നമ്പേഴ്സിനെ നോക്കിയേ, -2 - 6 ഇങ്ങനെ ചെയ്താൽ എന്താ? ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് മൈനസ് സൈൻ കൊടുത്താൽ മതിയല്ലോ. അപ്പം നമുക്ക് -8 കിട്ടും അല്ലേ? അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ എങ്ങനെ എഴുതാം? 2ഉം 6ഉം എഴുതാം, മൈനസ് കൊടുക്കാം അല്ലേ? അപ്പം -2 + -6 എന്ത് തന്നെ കിട്ടും? -8. പിന്നെ നോക്കിയേ, നമുക്ക് ഈ മിഡിൽ ടേമിൻ്റെ അവിടെ എന്തുണ്ട്? ഒരു എക്സ് ഉണ്ടല്ലേ? അപ്പം ഒന്നും നോക്കണ്ട, കണ്ണും അടച്ച് എല്ലാത്തിനും ഓരോ എക്സ് ഇട്ട് കൊടുക്കുക. ക്ലിയർ? ഒന്നും കൂടി പറയാം. എന്ത് ചെയ്യണം? സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ആണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ലാസ്റ്റ് ടേമും, അതായത് കോൺസ്റ്റന്റ് ടേമും കോഎഫിഷ്യന്റ് ഓഫ് x² കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതാണ് നമ്മളുടെ പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റ് നമുക്ക് എന്ത് കിട്ടും? 12 എന്ന് കിട്ടും.
ഇനി നമുക്ക് ഈ മിഡിൽ ടേമിനെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ സം എന്തെന്നെടുത്തു? -8x എന്നാണ് കിട്ടേണ്ടത്. അപ്പൊ ഈ 12 വരുന്ന നമ്പേഴ്സ് എല്ലാം അതുപോലെ എഴുതുക. അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യണം ഏതാണ് ആഡ് ചെയ്യുമ്പം 8 വരുന്നത് ഏതാണെന്ന് നോക്കുക. അതിന് നമ്മൾ സൈൻ ഇട്ട് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് കിട്ടും. ക്ലിയർ? ഇനിയിപ്പോൾ നമുക്ക് -2x -6x കിട്ടി. അപ്പൊ ഈ 8xന് പകരം നമുക്ക് -2x -6x കൊടുക്കാമല്ലോ അല്ലേ? അപ്പൊ നമ്മുടെ ഈ പോളിനോമിയലിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? നോക്കിയേ, 2x² - 6x - 2x + 6. ഈ പോളിനോമിയലിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ ഇങ്ങനെ മാറ്റി എഴുതിയോണ്ട്? ഇല്ല അല്ലേ? 2x² ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ -8x വരും +6 വരും. ക്ലിയർ ആണല്ലോ? ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ദേ ഈ ആദ്യം കിടക്കുന്ന 2 നമ്പറിനെ അങ്ങ് ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് ചെയ്തോ? ഗ്രൂപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യണം എന്നറിയാമോ? ഇതിനകത്തുനിന്ന് കോമൺ നമ്പേഴ്സ് നമുക്ക് എടുക്കണം. ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പൊ കോമൺ എടുക്കാൻ വേണ്ടിയിട്ട് ഈ നമ്പേഴ്സിന്റെ എല്ലാം ഫാക്ടേഴ്സ് നോക്കണം. അപ്പൊ ഫാക്ടേഴ്സ് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് കോമൺ എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം? ഈ നമ്പേഴ്സിന്റെ മണ്ടയ്ക്ക് ഫാക്ടേഴ്സ് അങ്ങ് എഴുതി വെക്കുക. 2 × x² എന്ത് വരും? x × x. 6x എന്ത് വരും? 3 × 2 × x. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇത് രണ്ടിനകത്തും കോമൺ ഉള്ള നമ്പേഴ്സ് കണ്ടുപിടിക്കാം അല്ലേ? ഇവിടെ ഒരു 2ഉം ഇവിടെയും 2 ഉണ്ട് അല്ലേ? അപ്പൊ അത് കോമൺ എടുക്കാം. ഇവിടെ ഒരു x ഉണ്ട്, ഇവിടെ ഒരു x ഉണ്ട് അല്ലേ? അപ്പൊ അത് രണ്ടും കോമൺ എടുക്കാമല്ലോ. അപ്പൊ നമുക്ക് കോമൺ എടുക്കുമ്പോൾ എന്ത് വരും? 2x കോമൺ എടുത്തു. ബാക്കി എന്തുണ്ട്? ഇവിടെ ഒരു x ഉണ്ട് അല്ലേ? ഇവിടെ എന്തുണ്ട്? ഒരു 3 ഉണ്ട്. അത് അതുപോലെ എടുത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ 2 ടേം ഉണ്ട് അല്ലേ? ഇത് രണ്ടിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്തു. ഈ ഗ്രൂപ്പ് ചെയ്ത നമ്പേഴ്സിനകത്ത് നമുക്ക് അതിന്റെ എന്തെഴുതാം? ഫാക്ടേഴ്സ് എഴുതാം. ഇവിടെ 2 × x മാത്രമേ ഉള്ളൂ. ഇവിടെ എന്ത് വരും? 3 × 2. ഇവിടുന്ന് രണ്ടിടത്തുനിന്നും കോമൺ ആയിട്ട് 2 ഉണ്ട് അല്ലേ? അപ്പൊ ആ 2 അവിടെ അതുപോലെ എഴുതുക. ഇവിടെ ഒരു സൈൻ ഉണ്ടല്ലേ? അതിപ്പോ ഇടണ്ട. ഇനി ഒരു എളുപ്പ വഴി പറയാം. നമ്മൾ ഫസ്റ്റ് ടേമിന്റെ കോമൺ എടുക്കത്തില്ലേ? ആ കോമൺ എടുത്തിട്ട് ഈ ബ്രാക്കറ്റിൽ കിട്ടുന്ന ടേം തന്നെയായിരിക്കും ഇവിടെയും കിട്ടുന്നത്. അത് ഷുവറാണ്. അപ്പൊ നമ്മൾ കണ്ണും അടച്ച് അതങ്ങ് എഴുതി വെക്കുക. ഈ ബ്രാക്കറ്റിൽ കിട്ടിയ നമ്പർ അവിടെ. ഇനി നമ്മൾ മേപ്പോട്ട് നോക്കണം അല്ലേ? എന്താണ്? ഇവിടെ 2, ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 2 × x ആണ് അല്ലേ? അപ്പൊ ഇവിടെ എന്താണ്? ഒരു മൈനസ് ഉണ്ട്, അത് ഇവിടോട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ ശരിയായോ അല്ലേ? ശരിയായില്ലെങ്കിൽ ഒന്നുകൂടെ നോക്കുക. -2x അതുപോലെ വന്നു. പിന്നെന്താ? ഈ മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് വന്നു. ഈ 2ഉം 3യുടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 വരും. അപ്പം കോമൺ എടുത്ത് എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ആദ്യം എന്ത് എഴുതണം? ഫാക്ടേഴ്സ് എഴുതുക. ഫാക്ടേഴ്സ് എഴുതിയിട്ട് കോമൺ ആയിട്ടുള്ളത് എടുത്ത് നമ്മൾ എടുക്കുക. എന്നിട്ട് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. ഫസ്റ്റ് ടേമിന്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന അത് തന്നെയായിരിക്കും സെക്കൻഡ് ടേമിന്റെ വരുന്നത്. ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. പിന്നെ നമ്മൾ ഇതിന്റെ ഇടയ്ക്കൊന്നും സൈൻ ഇടത്തില്ല. എന്നിട്ട് എന്ത് ചെയ്യണം? ഇത് വെച്ചിട്ട് നോക്കുക. 2 × x. അപ്പൊ 2x. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ആ മൈനസ് അതുപോലെ ഇവിടെ ഇട്ടു. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ദേ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ടേമും മൈനസ് കഴിഞ്ഞ് ഇങ്ങോട്ട് വേറൊരു ടേമും അല്ലേ? ഈ രണ്ടിനകത്തുനിന്നും നമുക്കൊരു x-3 കോമൺ എടുത്തൂടെ? ഇവിടെ ഒരു x-3 ഉണ്ട്, ഇവിടെ ഒരു x-3 ഉണ്ട്. ഇത് രണ്ടും കൂടി നമുക്ക് ഇങ്ങ് കോമൺ എടുക്കാമല്ലോ അല്ലേ? ഇവിടെ ഇത് സെപ്പറേറ്റ് ഓർത്തോണം. ഈ നെഗറ്റീവിന്റെ ഇപ്പുറത്തുള്ളത് ഒരു ടേം, ഇപ്പുറത്തുള്ളത് വേറൊരു ടേം. അപ്പൊ ഇതിനകത്തും രണ്ടിനകത്തുനിന്നും x-3 ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ആ x-3 ഇങ്ങ് കോമൺ എടുക്കാം. പിന്നെ ബാക്കി എന്ത് കിട്ടും? x-3 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് കിട്ടും? ഇവിടെ എന്തുണ്ട്? 2x അല്ലേ? 2x എഴുതുന്നു. പിന്നെ ഈ ടേമിന്റെ അവിടെ എന്തുണ്ട്? ഒരു 2 ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2x - 2. ഡൗട്ട് ഇല്ലല്ലോ? ഈ രണ്ട് ടേമിലും കോമൺ ടേം എടുത്ത് എഴുതുന്നു, ബാക്കിയുള്ള ടേം അതുപോലെ എഴുതുന്നു. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇത് തന്നെ കിട്ടും. ഡൗട്ട് ഉണ്ടെങ്കിൽ തിരിച്ച് നോക്കിയാൽ മതി. ഈ കിട്ടുന്നതിനെ മേളിൽ ഉള്ളതുപോലെ കിട്ടുമോ നോക്കിയാലും മതി. ഇനിയിപ്പോൾ എന്ത് ചെയ്യാം? ഇത് നമുക്ക് കിട്ടിയ രണ്ട് ഇതാണ് അല്ലേ? അപ്പൊ നമുക്ക് ഇതിനകത്തുനിന്ന് എന്ത് എഴുതാം? ഇതാണ് നമ്മളുടെ ഈ പോളിനോമിയലിന്റെ ഫാക്ടേഴ്സ്. ഇത് രണ്ട് ഫാക്ടേഴ്സ് ആയി കിട്ടിയില്ലേ? അപ്പൊ എന്ത് എഴുതണം? ആർ ദ ഫാക്ടേഴ്സ് ഓഫ് ദ പോളിനോമിയൽ.
പോളിനോമിയൽ 2x² - 8x + 6. അപ്പോൾ ഫാക്ടേഴ്സ് ആണെങ്കിൽ അവയെ നമുക്ക് എന്ത് ചെയ്യാം, സീറോസ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, x - 3 = 0. രണ്ടാമത്തെ ടേം എങ്ങനെ എഴുതാം, 2x - 2 = 0. രണ്ടിനെയും 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ x = എന്ത് വരും, ഈ -3 ഇപ്പുറത്ത് പോയാൽ എന്ത് വരും, +3. ഇനി 2x - 2നകത്ത് ഈ 2x ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ -2 ഇപ്പുറത്ത് പോയാൽ 2. x = 2, ഈ മൾട്ടിപ്ലൈ ചെയ്ത 2 ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡ് ആവും, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, x = 3 and x = 1 are the zeros of the polynomial. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാമല്ലോ, x = 3 and 1 are the zeros of the polynomial. അല്ലേ, ഇനി സമ്മും പ്രോഡക്റ്റും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പം നമ്മൾ എന്ത് എഴുതണം, നമുക്ക് രണ്ട് ഇത് കിട്ടി, സീറോസ് കിട്ടി. അപ്പം സം ഓഫ് സീറോസ് കണ്ടുപിടിക്കാമല്ലോ അല്ലേ. അപ്പം സം ഓഫ് സീറോസ് ഈക്വൽ ടു എന്താ വന്നേക്കുന്നത്, നമുക്കിവിടെ വന്നേ രണ്ട് സീറോസും കൂടി ആഡ് ചെയ്യണം, 3 + 1 = 4. ഇനി പ്രോഡക്റ്റ് ഓഫ് സീറോസ് എഴുതാമല്ലോ, പ്രോഡക്റ്റ് ഓഫ് സീറോസ് ഈസ് ഈക്വൽ ടു എന്തെഴുതാം, 3 × 1 = 3. കിട്ടിയല്ലോ. ഇനി നോക്കിയേ, ഇവിടെ നമുക്ക് 4 എന്ന് കിട്ടി. ഇതെന്ന് പറയുന്നത് നമ്മുടെ പോളിനോമിയൽ എങ്ങനെയായിരുന്നു, 2x² - 8x + 6 അല്ലേ. ഇതെന്ന് പറയുന്നത് നോക്കിയേ, ഈ 8/2 ചെയ്യുന്നതല്ലേ 4, അതായത് എന്താ, കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് x². നോക്കിയേ, ഒരു മൈനസും കൂടി കൊടുക്കണം, മൈനസ് ഓഫ് -8 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് നമുക്ക് എന്താ കിട്ടുന്നത്, 4 എന്ന് കിട്ടും. അപ്പം അതും ഇതും സെയിം അല്ലേ. അപ്പം നമുക്കിവിടെ ഒരു റിലേഷൻ എഴുതാം അല്ലേ. എങ്ങനെ, സം ഓഫ് സീറോസ് ഈക്വൽ ടു എന്തെന്നാണ് പറയുന്നത്, മൈനസ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് x² ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് x². ക്ലിയർ. അപ്പോൾ ഇതുപോലെ പ്രോഡക്റ്റ് നോക്കാം. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താ, 6/2 ആ കിട്ടിയേക്കുന്നത് അല്ലേ. അപ്പോൾ 6/2 എന്ന് പറഞ്ഞാൽ എന്ത് വരും, 3 എന്ന് തന്നെ വരും അല്ലേ. അത് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ 6 എന്ന് പറയുന്നത് എന്താ, നമ്മുടെ കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ എന്താ വരുന്നത്, കോഎഫിഷ്യന്റ് ഓഫ് x² അല്ലേ. അപ്പം നമുക്ക് എന്ത് കിട്ടി, സം ഓഫ് സീറോസും പ്രോഡക്റ്റ് ഓഫ് സീറോസിനും ഒരു റിലേഷൻ കിട്ടി അല്ലേ. നമുക്ക് എങ്ങനെ കിട്ടി, അപ്പോൾ ഒരു ജനറൽ ഫോമിൽ നമുക്ക് എഴുതാം. ഈ സീറോസിനെ നമുക്ക് ആൽഫ ബീറ്റ എന്ന് എടുക്കാം. സീറോസിനെ എന്ത്, ആൽഫ ബീറ്റ എന്ന് എഴുതാം. അപ്പം ആൽഫ = 3 എന്നും ബീറ്റ = 1 എന്നും എടുക്കാം. നമ്മൾ എടുക്കുകയാണ്. അപ്പം നമുക്ക് ജനറൽ ഫോമായിട്ട് എങ്ങനെ എഴുതാം, നമ്മുടെ ജനറൽ ഫോം എങ്ങനെ, ax² + bx + c. ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ എന്ത് വരുന്നത്, ജനറൽ ഫോം. ഇവിടെ നമുക്ക് സം ഓഫ് സീറോസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, സം ഓഫ് സീറോസ് ഈസ് ഈക്വൽ ടു എന്താ വരുന്നത്, മൈനസ് ഓഫ് -b/a. അതാണ് എന്തെന്ന് പറയുന്നത്, മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് x². സം ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെടുത്തു, അപ്പൊ ഇവിടെ എഴുതിക്കണം, ലെറ്റ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ. അപ്പൊ സം ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ. അപ്പൊ ഇത്രയും ചെയ്യുന്നതിന് പകരം നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് കിട്ടിയാൽ നമുക്ക് എന്ത് എഴുതാം, സം ഓഫ് സീറോസ് കണ്ടുപിടിക്കാൻ ആൽഫ പ്ലസ് ബീറ്റ = -b/a ചെയ്താൽ മതി. ഇനി പ്രോഡക്റ്റ് ഓഫ് സീറോസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, പ്രോഡക്റ്റ് ഓഫ് സീറോസ് ഈസ് ഈക്വൽ ടു, അതായത് ആൽഫ ബീറ്റ = എന്തെന്ന് എഴുതാം, c/a. ദാറ്റ് ഈസ് എന്താ,
കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ സീറോസും പ്രോഡക്റ്റും തമ്മിലുള്ള റിലേഷൻ. ക്ലിയർ? അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പി ഓഫ് എക്സ് ഈക്വൽ ടു 3x² പ്ലസ് 5x മൈനസ് 2. സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വഴി കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പോളിനോമിയലിന്റെ എന്താണ് ലാസ്റ്റ് കോൺസ്റ്റന്റ് ടേമും കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയറും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും? 3 ഇൻറ്റു -2 ആണ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? -6. ഇനി സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടൈം എന്ന് പറയുമ്പോൾ 5x-നെയാണ് മിഡിൽ ടൈം അല്ലേ? അപ്പം അതിനെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് പ്രോഡക്റ്റ് എന്ത് കിട്ടി? -6. അപ്പൊ ഏതോ രണ്ട് നമ്പറിന്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ -6 കിട്ടണം. ഏതോ രണ്ട് നമ്പറിന്റെ സം എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 5 കിട്ടണം. അപ്പൊ പ്രോഡക്റ്റ് 6 കിട്ടുന്ന ഏതൊക്കെയാ? 1 ഇൻറ്റു 6 ഉണ്ട്, 2 ഇൻറ്റു 3 ഉണ്ട്. ഇത് രണ്ടും ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടും. ഇനി 6-ന്ന് 1 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 5 കിട്ടും അല്ലേ? 6-ന്ന് 1 കൂട്ടിയാൽ 7 ആയി പോകും. ഇനി 3ഉം 2ഉം കൂടി കൂട്ടുമ്പോൾ 5 കിട്ടും. 3-ന്ന് 2 1 പോയാൽ എന്ത് കിട്ടും? 1 കിട്ടും. അപ്പൊ ഏത് നമ്പർ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഓക്കെ, ക്ലിയർ? അപ്പം എന്ത് വരും നോക്കിക്കേ, നമ്മൾക്ക് ഇവിടെ സൈൻ മൈനസ് ആവരണ്ടേ. അപ്പം ഏതിനേലും ഒരെണ്ണത്തിന് മൈനസ് കൊടുക്കണം. അപ്പൊ ഞാൻ 6ഉം 1ഉം കൂടി എടുത്തു. അപ്പൊ 6 ഇൻറ്റു 1 6 വരത്തുള്ളൂ. മൈനസ് വരാൻ വേണ്ടിയിട്ട് ഒരു -1 കൊടുക്കും. ഇവിടെ അതുപോലെ എടുക്കാം. 6, ഇവിടെ -1. ഇനി എന്താ ഇവിടെ എക്സ് ആ വരണ്ടേ. അപ്പൊ എല്ലായിടും ഓരോ എക്സ് ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പൊ നമ്മൾ ഈ 5x-നെ മാറ്റിയിട്ട് എങ്ങനെ എഴുതണം? 6x മൈനസ് എക്സ്. 1x എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് തന്നെ എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് ഈ പോളിനോമിയലിനെ എങ്ങനെ മാറ്റി എഴുതാം? നോക്കിക്കേ, 3x² പ്ലസ് 5x മൈനസ് 2-നെ എങ്ങനെ മാറ്റി എഴുതാം? 3x² പ്ലസ് 6x മൈനസ് എക്സ് മൈനസ് 2. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഈ രണ്ട് ടേമും കൂടെ ഗ്രൂപ്പ് ചെയ്യണം. ഇനി എന്ത് ചെയ്യണം? ഇതിന്റെ ഫാക്ടേഴ്സ് എടുത്ത് നോക്കുക. 3 ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ്, ഇവിടെ എന്ത് വരും? 2 ഇൻറ്റു 3 ഇൻറ്റു എക്സ്. രണ്ടിടവും കോമൺ എന്തുണ്ട്? 3x ഉണ്ട്. അപ്പൊ അതുപോലെ എഴുതുക. 3x കോമൺ വന്നു. ബാക്കി ഇവിടെ എന്തുണ്ട്? എക്സ് പ്ലസ് 2. ഇനി നെക്സ്റ്റ് ടേമിന്റെ നമുക്ക് എന്ത് ചെയ്യണം? ഇത് ഇതുപോലെ ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലേ? എക്സ് പ്ലസ് 2 എന്ന് എടുക്കുക. ഇനി ഇവിടെ എന്താ? മൈനസ് ആ വരുന്നത്. ആ മൈനസ് ഇവിടെ ഇട്ടു. ഇനി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ -x. പിന്നെ ഇവിടെ മൈനസ് ഇൻറ്റു +2 എന്ത് വരും? -2. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഈ രണ്ട് ടേമിനകത്തുനിന്ന് എക്സ് പ്ലസ് 2 കോമൺ എടുക്കാം അല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എക്സ് പ്ലസ് 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് ഇവിടെ ഉണ്ട്. ഇവിടെ എന്തുണ്ട്? 3x. ഇവിടെ എത്ര ഉണ്ട്? ഒന്നുമില്ല അല്ലേ? എല്ലാം എടുത്തു. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 1 എന്ന് എഴുതാം. അപ്പൊ ഇതാണ് നമ്മുടെ എന്താ? ആർ ദ ഫാക്ടേഴ്സ് ഓഫ് ദ പോളിനോമിയൽ 3x² പ്ലസ് 5x മൈനസ് 2 അല്ലേ? അപ്പോൾ ഫാക്ടേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഇത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0. പിന്നെ നമുക്ക് എന്ത് എഴുതാം? 3x മൈനസ് 1 ഈക്വൽ ടു 0. ഇവിടുന്ന് +2 അപ്പുറത്ത് പോകുമ്പോൾ -2. ഇനി ഇവിടെ 3x ഈക്വൽ -1 ഇപ്പുറത്ത് വരുമ്പോൾ +1 ആവും. എക്സ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? 1/3. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എക്സ് ഈക്വൽ ടു -2 ആൻഡ് 1/3 ആർ ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ? സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ചിട്ട് നമ്മൾ ചെയ്തത്. അപ്പൊ ഫാക്ടേഴ്സ് ആക്കി, ഫാക്ടർ കിട്ടി, അതിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തപ്പം നമുക്ക് എക്സ് സീറോസ് ഓഫ് ദ പോളിനോമിയൽ കിട്ടി. ഇനി എന്താണ് ചെയ്യേണ്ടത്? സം ഓഫ് സീറോസ് എഴുതണം അല്ലേ? സം ഓഫ് സീറോസ് ഈസ് ഈക്വൽ ടു എന്തെഴുതണം? -1/3 പ്ലസ് -2 അല്ലേ? 1/3 പ്ലസ് -2 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും?
ഇതിൻ്റെ ഡിനോമിനേറ്റർ 1 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 1, പിന്നെ എന്ത് വരും 3 × 2 അല്ലേ, പ്ലസ് മൈനസ് 6 എന്ന് വരും, ഡിവൈഡഡ് ബൈ 3 × 1. അപ്പോൾ എന്ത് കിട്ടും, 6 ന്ന് 1 പോയാൽ -5/3 എന്ന് കിട്ടും. ഓക്കെ, ഈ -5/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് വരുന്നത്, -5/3, അതായത് മൈനസ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് x² എന്നല്ലേ കിട്ടുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, മൈനസ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് x ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് x². കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് എന്താ ഇനി പ്രോഡക്റ്റ് ഓഫ് സീറോസ് നോക്കാം അല്ലേ. പ്രോഡക്റ്റ് ഓഫ് സീറോസ് ഈസ് ഈക്വൽ ടു എന്ത് വരും, 1/3 × 2 അല്ലേ, -2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, -2/3. ഈ -2/3 എന്ന് പറയുന്നത് എന്താ, മനസ്സിലായില്ല, ഇങ്ങനെ എഴുതി വെച്ചോളാം, ax² + bx + c നമ്മുടെ ജനറൽ ഫോമാണ്. അപ്പം c/a എന്നാണ് കിട്ടിയേക്കുന്നത് അല്ലേ. അപ്പം c എന്ന് പറഞ്ഞാൽ എന്താ, കോൺസ്റ്റന്റ് ടേം ആണ് അല്ലേ, കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ എന്തെന്ന് കിട്ടി, കോഎഫിഷ്യന്റ് ഓഫ് x², കോഎഫിഷ്യന്റ് ഓഫ് x². ഇത് എന്ന് പറയുന്നത് എന്താ, c/a ആ വരുന്നത്. ഇത് എന്ന് പറഞ്ഞാൽ എന്താ, -b/a ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഈ ആൽഫ പ്ലസ് ബീറ്റ എന്ന് എടുത്താൽ നമുക്ക് ഇക്വേഷനായിട്ട് എങ്ങനെ എഴുതാം, ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു -b/a. ആൽഫ ബീറ്റ എന്ന് പറയുന്നത് നമുക്ക് എന്തെടുക്കാം, -2 1/3 എടുക്കാം. പ്രോഡക്റ്റ് ആണെങ്കിൽ ആൽഫ ബീറ്റ ഈക്വൽ ടു c/a. സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം അല്ല എന്ന് പറയുവാണെങ്കിൽ ഉടനെ ഇങ്ങനെ എഴുതി അങ്ങ് ചെയ്താൽ മതി. ആ പ്രോഡക്റ്റ് ഓഫ് സീറോസ് ആൽഫ ബീറ്റ ഈക്വൽ ടു c/a, ഒറ്റയടിക്ക് ഉത്തരം കണ്ടുപിടിക്കാം. സം ഓഫ് സീറോസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു -b/a എന്ന് പറഞ്ഞിട്ട് ഇതിൽ നിന്ന് കണ്ടുപിടിച്ച് എഴുതിയാൽ മതി. ഓക്കെ, ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എക്സാമ്പിൾ 2, ഫൈൻഡ് ദ സീറോസ് ഓഫ് ദ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ x² + 7x + 10 ആൻഡ് വെരിഫൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സീറോസ് ആൻഡ് ദ കോഎഫിഷ്യൻസ് അല്ലേ. നമ്മുടെ പോളിനോമിയൽ എങ്ങനെ, p of x equal to x² + 7x + 10 അല്ലേ. നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം, ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം അല്ലേ. എന്തിനു വേണ്ടിയിട്ടാ, ഈ പോളിനോമിയലിന്റെ സീറോസ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം മെത്തേഡ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്ത് വരണം, പ്രോഡക്റ്റ് എന്താ വരുന്നത്, p = 10 × 1 ദാറ്റ് ഈസ് 10 ആണ് വരേണ്ടത് അല്ലേ. അപ്പോൾ ഏതോ രണ്ട് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, 10 കിട്ടണം. ഇനി ഏതോ രണ്ട് നമ്പറിനെ ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടട്ടെ, മിഡിൽ ടേം എന്താ വരുന്നത്, 7. ഓക്കെ, അപ്പം നമുക്ക് 10 പ്രോഡക്റ്റ് കിട്ടുന്നത് 1 × 10 ഉണ്ട്, പിന്നെ എന്ത് വരും 2 × 5 ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 7 ഒരിക്കലും കിട്ടത്തില്ല, പിന്നെന്താ ഇതേ ഉള്ളൂ. അപ്പം നമുക്ക് എല്ലായിടവും പോസിറ്റീവാണ്, അതുകൊണ്ട് ചിന്തിക്കാനൊന്നുമില്ല. എന്താ 5 2 കൂടെ കൂട്ടുമ്പോൾ 7 കിട്ടണം. അപ്പോൾ 2 5, ഇവിടെയും 2 5. ഇനി ഒരു എക്സ് വേണം, അത് എക്സ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ക്ലിയർ. ഇനി എന്ത് ചെയ്യണം, ഇതിനെ മാറ്റി എഴുതണം. x² + 7x + 10നെ നമുക്ക് എങ്ങനെ എഴുതാം, x² + 5x + 2x + 10. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ രണ്ട് നമ്പറിനെ ഗ്രൂപ്പ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ ഫാക്ടേഴ്സ് കോമൺ ആയിട്ട് എന്തുണ്ട്, എക്സ് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ കോമൺ എന്തെടുക്കാം, x + 5 അല്ലേ. ഫാക്ടേഴ്സ് ഇവിടെ കോമൺ ആയിട്ട് എക്സ് മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ സൈൻ അതുപോലെ ഇടുക. ഇവിടെ എല്ലാം പ്ലസ് ആയതുകൊണ്ട് കൂടുതൽ ചിന്തിക്കേണ്ട, എല്ലാം പ്ലസ് ഇടുക. ഇനി എന്താ ബ്രാക്കറ്റ് ഉള്ളത് അതുപോലെ എഴുതുക, x + 5. ഇനി എന്ത് എഴുതണം, കോമൺ എന്തായിരിക്കും വരുന്നത്, 2 ആയിരിക്കും അല്ലേ. 2x +, അപ്പോൾ ഫാക്ടേഴ്സ് വേണമെങ്കിൽ 2 × x, ഇവിടെ എന്താ 2 × 5. അപ്പോൾ കോമൺ എന്താ 2 വരുന്നത്, 2 × x + 5. ഈ രണ്ട് ടേമിൽ നിന്ന് എന്ത് കോമൺ ഉണ്ട്, x + 5. അപ്പോൾ നമുക്ക് അത് ആദ്യം എഴുതാം, x + 5 എഴുതുക. പിന്നെന്ത് വരും, x + 2 ആർ ദ ഫാക്ടേഴ്സ്. ഓക്കെ, ഇനി എന്താ ഉണ്ട്,
സീറോസ് കണ്ടുപിടിക്കണം. അതിനെന്ത് വേണം? 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. എക്സ് പ്ലസ് 5 ഈക്വൽ ടു 0, എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0. അപ്പോൾ എക്സ് ഈക്വൽ ടു ഈ പ്ലസ് 5 ഇപ്പുറത്ത് വരുമ്പോൾ -5. അപ്പോൾ ഇവിടെ എന്ത് വരും? എക്സ് ഈക്വൽ ടു -2. അപ്പോൾ എന്തെഴുതാം? എക്സ് ഈക്വൽ ടു -5 ആൻഡ് -2 ആർ ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ. കറക്റ്റ് ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവയുടെ റിലേഷൻഷിപ്പ് വെരിഫൈ ചെയ്യണം അല്ലേ? അപ്പൊ സം ഈസ് ഈക്വൽ ടു സം ഓഫ് സീറോസ് ഈക്വൽ ടു എന്ത് എഴുതണം? -5 പ്ലസ് -2 ദാറ്റ് ഈസ് എന്ത് വരും? -7. ഇനി പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്താ? -5 ഇൻറ്റു -2 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസും മൈനസും പ്ലസ് ആവും. 5 2s are 10. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റും എന്ത് കിട്ടുന്നത്? പ്രോഡക്റ്റ് ഓഫ് സീറോസും സം ഓഫ് സീറോസും. ഇതിനി വെരിഫൈ ചെയ്യണം കറക്റ്റ് ആണോ. അപ്പോൾ ഈ -7 എന്ന് പറയുന്നത് നമുക്ക് എന്താ കിട്ടിയേക്കുന്നത്? ഇവിടെ -b/a, ഇവിടെ x² ax² പ്ലസ് bx പ്ലസ് c അല്ലേ? അപ്പൊ ഇവിടെ a എന്താ വരുന്നത്? a ഈസ് ഈക്വൽ ടു 1, b ഈസ് ഈക്വൽ ടു 7 അല്ലേ? അപ്പൊ -b/a അതെന്ന് പറയുന്നത് എന്താ കിട്ടിയേക്കുന്നത്? കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് x². ഇവിടെ എന്താ കിട്ടിയേ? 10 എന്നാ കിട്ടി അല്ലേ? അതെന്ന് പറഞ്ഞാൽ എന്താ? c/a. അപ്പൊ എന്ത് കിട്ടും? കോൺസ്റ്റന്റ് ടേം ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും? കോഎഫിഷ്യന്റ് ഓഫ് x². ഇപ്പൊ റിലേഷൻഷിപ്പ് വെരിഫൈ ചെയ്തില്ലേ? വേണമെങ്കിൽ സെപ്പറേറ്റ് മാറ്റി എഴുതി നോക്കിക്കോളുക. ലെറ്റ് ഇങ്ങനെ എഴുതുക. ലെറ്റ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ x² പ്ലസ് 7x പ്ലസ് 10 അല്ലേ? അപ്പൊ ഇവിടെ a ഈസ് ഈക്വൽ ടു 1, b ഈസ് ഈക്വൽ ടു 7, c ഈസ് ഈക്വൽ ടു 10. ഇനി സം ഓഫ് സീറോസ് ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു എങ്ങനെ നമ്മുടെ ഇക്വേഷൻ? -b/a. -b എന്ന് പറഞ്ഞാൽ -7/1 ഈക്വൽ ടു 1. ഈ ചെയ്തതും ഇതും സെയിം അല്ലേ? ഇനി പ്രോഡക്റ്റ് ഓഫ് സീറോസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? പ്രോഡക്റ്റ് ഓഫ് സീറോസ് ആൽഫ ബീറ്റ ഈക്വൽ ടു നമുക്ക് എങ്ങനെയായിരുന്നു? c/a. c എന്ന് പറഞ്ഞാൽ എന്താ? 10/1 ഈസ് ഈക്വൽ ടു 10. അപ്പൊ രണ്ട് രീതിയിൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കറക്റ്റ് ആൻസേഴ്സ് കിട്ടും അല്ലേ? അപ്പൊ അത് ശരിയായിട്ട് കിട്ടിയില്ലേ? റിലേഷൻഷിപ്പ് വെരിഫൈ ചെയ്തില്ലേ? രണ്ട് സൈഡും രീതിയിൽ ചെയ്യുമ്പോഴും നമുക്ക് കിട്ടി അല്ലേ? അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.